കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗത്തിനും AICC സമ്മേളനത്തിനും ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. എന്തൊക്കെയായിരിക്കാം ഈ വിശാല കോൺഗ്രസ് സമ്മേളനത്തിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ, സമ്മേളനത്തിന്റെ അജണ്ട എന്താണ്, യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട്. സിബി ജോസഫാണ് അഹമ്മദാബാദിൽ നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത്. സിബി, വെരി വെരി ഗുഡ് മോർണിംഗ്. വിനിഷ, വെരി വെരി ഗുഡ് മോർണിംഗ്. ഗുജറാത്തിലാണ് ഇതാ പിറകിലെ പോസ്റ്ററിൽ രാഹുൽ ഗാന്ധിയെ കാണാം. രാഹുൽ ഗാന്ധിക്ക് മുൻപിൽ വലിയ വെല്ലുവിളിയാണ് ഇന്നത്തെ ഈ AICCയുടെ വിശാല സമ്മേളനം എന്ന് പറയുന്നത്. രാഹുലിൻ്റെ പല കാര്യത്തിലുള്ള നിലപാട് അവിടെ ചോദ്യം ചെയ്യപ്പെടാം. കോൺഗ്രസിന് മുന്നിൽ പല പല വെല്ലുവിളിയായി നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലായി വന്ന വഖഫ് നിയമമടക്കം, പിന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉൾപാർട്ടി, ഓരോ സംസ്ഥാനത്തും കോൺഗ്രസ് അനുഭവിക്കുന്ന ഉൾപാർട്ടി പ്രശ്നങ്ങൾ, അതൊക്കെ അവിടെ ചർച്ചയായി വരുമോ? എന്തൊക്കെയായിരിക്കും ഇന്നത്തെ പ്രധാന അജണ്ട? അടുത്ത ദിവസങ്ങളായി നടക്കുന്ന ഈ AICC വിശാല കോൺഗ്രസിന്റെ ഒരു പ്രധാന അജണ്ടയായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? വിനിഷ, തീർച്ചയായും ഒരു 30 വർഷം പുറകോട്ട് നോക്കിയാൽ ഗുജറാത്തിൽ കോൺഗ്രസിന് അധികാരമുള്ള ഒരു കാലമുണ്ടായിരുന്നു. അതിശക്തമായ ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗുജറാത്തെ സംബന്ധിച്ച് കോൺഗ്രസിൽ വലിയ ദുർബലമായ അവസ്ഥയാണ്. കഴിഞ്ഞ മാസമാണ് രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ഒരു സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ പോലും BJPയുമായി സന്ധി കൂടുന്നു, വളരെ ഗുരുതരമായ പ്രശ്നമാണെന്ന് രാഹുൽ ഗാന്ധിനെ തുറന്ന് സമ്മതിക്കുന്ന ഒരു ഘട്ടം കൂടി ഗുജറാത്തിൽ പോലും ഉണ്ടായി. എന്തായാലും ഗുജറാത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും നാടാണ്. ആ നാട്ടിൽ പോലും കോൺഗ്രസിന് വളരെ ദുർബലമായ ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടത് ഇവിടെ നിന്നും ആരംഭിക്കണം എന്നൊരു ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ 64 വർഷത്തിന് ശേഷം കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തക സമിതി യോഗം ഇവിടെ വിശാലമായ ഒരു യോഗം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന് തന്നെയാണ് ഈ ഒരു വിശാല പ്രവർത്തക സമിതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൽ പ്രവർത്തക സമിതി അംഗങ്ങളുണ്ട്, ക്ഷണിക്കപ്പെട്ട അംഗങ്ങളുണ്ട്, അതുകൂടാതെ PCC അധ്യക്ഷന്മാരുണ്ടാവും, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുണ്ടാവും, കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാക്കളുണ്ടാവും. അങ്ങനെ ഒരു വിശാലമായ 169 പേരടങ്ങുന്ന ഒരു വിശാല സമിതി യോഗമാണ് ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് ശേഷം ഈ ഒരു അഹമ്മദാബാദിലെ ഈ ഒരു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്മാരക മന്ദിരത്തിൽ ഇവിടെ ചേരുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയും കോൺഗ്രസിൻ്റെ ശാക്തീകരണം തന്നെയാണ്. അതോടൊപ്പം തന്നെ 2 ദിവസമായി വിവിധ പരിപാടികളുണ്ട്. ഇന്ന് വൈകിട്ട് ഈ യോഗത്തിന് ശേഷം തൊട്ടടുത്തുള്ള മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമത്തിൽ ഇന്ന് പ്രാർത്ഥനാ യോഗമുണ്ട്. നാളെ AICCയുടെ വിശാലമായ വിപുലമായ ഒരു സമ്മേളനമുണ്ട്. അത് ഏകദേശം 1700 പേർ പങ്കെടുക്കും. അങ്ങനെ വിപുലമായ 2 ദിവസത്തെ വിപുലമായ ഒരു വിശാലമായ പ്രവർത്തക സമിതിയും AICC സമ്മേളനമാണ് ഗുജറാത്തിൽ നടക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് ഇന്ന് നേടുന്ന വളരെ വലിയ അപജയവും ദുർബലമായ, പ്രത്യേകിച്ച് പാർട്ടി ഏറ്റവും അടിത്തട്ടിൽ പോലും വളരെ ദുർബലമാണെന്നുള്ള ഒരു നിരീക്ഷണവും എല്ലാ നിലയും നടത്തിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ DCC അധ്യക്ഷന്മാരെ പ്രത്യേകമായി ദില്ലിയിൽ വിളിച്ചു ചേർത്തുകൊണ്ട് ഓരോ സംസ്ഥാനത്തെ DCC അധ്യക്ഷന്മാരും എല്ലാ നിലയും ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ ആ DCC അധ്യക്ഷന്മാരിൽ നിന്ന് ലഭിച്ച പ്രമേയങ്ങളും നിർദ്ദേശങ്ങളടക്കം എല്ലാം തന്നെയും ഈ ഒരു പ്രവർത്തക സമിതിയിൽ അത് സംസാരിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് അത് പാസ്സാക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം മുകുൾ വാസ്നിക്ക്, പ്രവർത്തക സമിതി അംഗമായ മുകുൾ വാസ്നിക്ക് നൽകിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പ്രധാനമായും DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകുക, കൂടുതൽ അടിത്തട്ടിലേക്ക് ഈ പാർട്ടിയെ വളർത്തുക എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. അതിൽ തന്നെ DCC അധ്യക്ഷന്മാരെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് മാറ്റി നിർത്തുക, പൂർണ്ണമായും വിലക്കുക എന്നുള്ള നിർദ്ദേശം അടക്കമെല്ലാം നിന്നെയും ഈ ഒരു മുകുൾ വാസ്നിക്കിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇതെല്ലാം നിന്നെയും വിശദമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. മറ്റൊന്ന്, സംഘടനാ തലത്തിൽ വലിയൊരു അഴിച്ചുപണിയും പാർട്ടിയുടെ ഭരണഘടനയിൽ പോലും ഒരു ഭേദഗതി ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ഈ ഒരു പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും എല്ലാം തന്നെ എത്തുന്ന ഈ ഒരു യോഗത്തിൽ ഈ ഒരു മാറ്റങ്ങൾ അടക്കമെല്ലാം നിലയും നേതൃത്വം നൽകുന്നത് പ്രിയങ്ക ഗാന്ധി ആയിരിക്കും. എന്തായാലും വിശാലമായ ഒരു ചർച്ച തന്നെയായിരിക്കും നടക്കുക. ഇതിൽ പാർട്ടിയെ വളരെ വിപുലീകരിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കം കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ഗുജറാത്തിൽ തന്നെ ഈ ഒരു പ്രവർത്തക സമിതി യോഗം 6.5 പതിറ്റാണ്ടിന് ശേഷം അവിടെ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വിശാലമായ രീതിയിൽ ചിന്തിക്കുകയും ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഭാവിയും ഇന്ത്യ സഖ്യമടക്കമുള്ള കാര്യങ്ങളെല്ലാം നിലയിൽ ഏത് രാഷ്ട്രീയമായ നിർണായകമായ തീരുമാനമെടുക്കും, രാഷ്ട്രീയമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഈ ഒരു വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും. 169 പേരാണ് ഇന്നിപ്പോൾ ഈ വിശാല യോഗത്തിൽ പങ്കെടുക്കുക. ഇന്നിപ്പോൾ നേതാക്കന്മാരെല്ലാം തന്നെയും എത്തും. രാവിലെ 11:30യോടെയാണ് ഇവിടെ ഈ ഒരു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു സ്മാരകത്തിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, നരേന്ദ്രമോദി ഗുജറാത്തിലടക്കം സർദാർ വല്ലഭായ് പട്ടേലിനെയും ഗാന്ധിജിയെല്ലാം തന്നെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കോൺഗ്രസ്
കോൺഗ്രസ് മാത്രമല്ല ഇതിൻ്റെ പാരമ്പര്യം വല്ലഭായ് പട്ടേലിൻ്റെ പാരമ്പര്യം പോലും BJP അവകാശപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഒരു തങ്ങളുടെ പാരമ്പര്യം കൂടി ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഒരു 6 പതിറ്റാണ്ടിന് ശേഷം ഇവിടെ ഒരു പ്രവർത്തക സമിതി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനേറെ പ്രാധാന്യമുണ്ട്. എന്തായാലും കോൺഗ്രസ് സംബന്ധിച്ച് വളരെ വലിയൊരു അപജയവും ദുർബലതയും ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അത് കൃത്യമായി രാഹുൽ ഗാന്ധി അടക്കം സമ്മതിക്കുകയും ഈ ഗുജറാത്തിൽ പോലും സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. ഇനി വരാൻ പോകുന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അത് ഗുജറാത്തുണ്ട്, ബീഹാറുണ്ട്, കേരളമുണ്ട്. ഈ 3 സംസ്ഥാനങ്ങളെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുക, പ്രത്യേകിച്ച് കേരളത്തിലടക്കമല്ല നമുക്കറിയാം നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടെല്ലാം നിലയിൽ ഒരു വിഭാഗം രംഗത്ത് വരുന്നു. കോൺഗ്രസിനുള്ളിലുള്ള പാളയത്തിൽ പടയെല്ലാം നിലയും വളരെ വലിയ തലവേദനയാവുന്നു. ഇതെല്ലാം നിലയും വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമ്മേളനം കൂടിയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സംബന്ധിച്ച് ഒരു ഊർജ്ജം നൽകുന്ന ഒരു പ്രവർത്തക സമിതിയായി മാറുമെന്നുള്ളൊരു അവകാശവാദമാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതെല്ലാം ഇത് എത്രത്തോളം ഒരു ഊർജ്ജമായി മാറുമെന്നുള്ള നിലയിൽ നമുക്ക് വരും മണിക്കൂറുകൾ വ്യക്തമാകും. നിർണായകമായ പല തീരുമാനങ്ങളുണ്ടാകും. പാർട്ടിയുടെ ഭരണഘടനയിൽ പോലും ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് രാവിലെ 11:30 ഈ പ്രവർത്തക സമിതി യോഗം ആരംഭിക്കും. വിനീഷ, സിബിക്ക് തൊട്ടു പിറകിൽ ജവഹർലാൽ നെഹ്റുവിനെ കാണാം, മഹാത്മാഗാന്ധിയെ കാണാം. ഈ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ വിഭാവനം ചെയ്ത ഒരു ഐക്യ കോൺഗ്രസ് ഉണ്ടല്ലോ, വിശാല കോൺഗ്രസ് ഉണ്ടല്ലോ, നമ്മളുടെ ഗ്രാൻഡ് ഓൾഡ് കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ പ്രൗഢിയിലേക്ക്, പഴയ പ്രൗഢിയിലേക്ക് കോൺഗ്രസിനെ തിരിച്ചെത്തിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസം അവർക്ക് ഇപ്പോഴുമുണ്ടോ? രാഹുൽ ഗാന്ധി അടക്കം ഇപ്പോൾ പാർലമെൻറ്റിൽ എടുക്കുന്ന നിലപാട് നമ്മൾ കണ്ടതാണ് വിവിധ വിഷയത്തിൽ. ഏത് രീതിയിലാണോ ഈ സംഘപരിവാർ വർഗീയത, അതിതീവ്ര ഹിന്ദുത്വ അജണ്ട വിവിധ വിഷയങ്ങളിൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത്, ആ ഹിന്ദുത്വ അജണ്ടകളെ മൃദു ഹിന്ദുത്വ സമീപനം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നത്. അത് ഹിന്ദുത്വ അജണ്ടയാണ്, ഞങ്ങൾ അതിനെ നേരിട്ട് എതിർക്കുമെന്ന് തുറന്നു പറയാനുള്ള പല സന്ദർഭങ്ങളും കോൺഗ്രസ് വിനിയോഗിക്കുന്നില്ല, പാർലമെന്റിൽ പോലും. ആ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പഴയ പ്രൗഢിയിലേക്ക് എത്താൻ കഴിയുമോ കോൺഗ്രസിന്? നിരവധി MP-മാരെ നഷ്ടപ്പെട്ടു. ഈ 6.5 പതിറ്റാണ്ടിന് ശേഷം മോദിയുടെ സ്വന്തം ഗുജറാത്തിൽ ഈ നേരത്തെ ആ ബോർഡിൽ കണ്ടു വിസ്താരിത കോൺഗ്രസ് കാര്യസമിതി ബൈഠക്, അങ്ങനെയാണ് ആ ഹിന്ദി ബോർഡ് വായിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ വിശാല കോൺഗ്രസിൻ്റെ ഒരു ഐക്യ സമ്മേളനത്തെ അവർ അതിന് വേദിയാകുമ്പോൾ പഴയ കുറേ MP-മാരെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുൻകാല പ്രവർത്തകരെ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ, അവരെല്ലാം പോയത് BJP-യിലേക്കാണ്. വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ കൂടെയാണ് കോൺഗ്രസിൻ്റെ ഈ വിശാല പ്രവർത്തക സമിതി യോഗം അവിടെ നടക്കാനിരിക്കുന്നത്. അത്തരത്തിൽ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ടോ കോൺഗ്രസ്? അങ്ങനെ പ്രകടിപ്പിച്ചാൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. വിനിഷ, തീർച്ചയായും ദേശീയ തലത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടണമെന്ന് തന്നെയാണ് മതനിരപേക്ഷ കക്ഷികളെല്ലാം തന്നെയും ആഗ്രഹിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കറിയാം കോൺഗ്രസ് ഈ അടുത്ത കാലത്ത് എടുക്കുന്ന സമീപനം എല്ലാം തന്നെയും വളരെ നിരാശാജനകമാണ്. പ്രത്യേകിച്ച് ഒരു തീവ്ര ഹിന്ദുത്വ നിലപാട് BJP കൃത്യമായി സ്വീകരിക്കുമ്പോൾ അതിനെ കൃത്യമായി എതിർക്കേണ്ട കോൺഗ്രസ് അവിടെ മൃദു ഹിന്ദുത്വ സമീപനവുമായി മുന്നോട്ട് പോകുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ രാമപ്രതിഷ്ഠ പോലും ആ അയോധ്യ ക്ഷേത്രം തുറക്കാൻ വേണ്ടി കുറിച്ചത് ഞങ്ങളാണ് കോൺഗ്രസ് നേതാക്കളടക്കം രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ എല്ലാ രീതിക്കും ഒരു മൃദു ഹിന്ദുത്വ സമീപനം ഈ നോർത്ത് ഇന്ത്യയിൽ ആകമാനവും വെറും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതെല്ലാം തന്നെയും ഒരിക്കലും BJP-യെ തളർത്താനോ അല്ലെങ്കിൽ RSS-നെതിരായ ഒരു യുദ്ധപ്രഖ്യാപനത്തിനോ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെ മറികടക്കാൻ വേണ്ടി ഏത് രീതിയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശദമായ ചർച്ചകൾക്കായിരിക്കും ഈ ഒരു പ്രവർത്തക സമിതിയിൽ ഏറെ നിർണായകമാകുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു വരുന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഗുജറാത്തിൽ നമുക്കറിയാം കഴിഞ്ഞ മാസം രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ നടത്തിയ ഒരു പൊതുസമ്മേളനത്തിലാണ് കൃത്യമായി പറഞ്ഞത്. അതായത് ഈ കോൺഗ്രസിൻ്റെ ഈ നേതൃത്വത്തിലിരിക്കുന്ന ഉന്നത നേതാക്കൾ പോലും BJP-യുമായി സന്ധി കൂടുന്നു, അങ്ങനെയുള്ളവർക്ക് BJP-യിലേക്ക് പോകാം, മാത്രമല്ല ഇവരെ പുറത്താക്കുമെന്ന് തന്നെ രാഹുൽ ഗാന്ധി അന്ന് പറയുകയും അത് ഏറെ വിവാദവും ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല മണ്ണ് ഗുജറാത്താണെന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് തന്നെ ഈ ഒരു ASSയുടെ പ്രവർത്തക സമിതി യോഗം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും 64 വർഷത്തിന് ശേഷം ഒരു വിശാലമായ പ്രവർത്തക സമിതി യോഗം ഗുജറാത്തിൽ ചേരുമ്പോൾ പാർട്ടി പ്രവർത്തകർ ഏറെ സന്തോഷത്തിലും വളരെ ആവേശത്തിലുമാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളാണ്. വഖഫ് ഭേദഗതി ബില്ലാണെങ്കിൽ നമുക്കറിയാം പാർലമെൻറ്റിലെത്തുമ്പോഴും അതിൽ ഏറ്റവും മുൻപന്തിൽ നിന്ന് അതിന് പോരാടേണ്ട അതിനെതിരെ BJP-ക്കെതിരെ ശബ്ദമുയർത്തേണ്ട രാഹുൽ ഗാന്ധി പോലും ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധി അവിടെ വോട്ട് ചെയ്യാനെത്തുന്നില്ല. അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കൾ സംസാരിക്കുന്ന ഒരു സാഹചര്യമില്ല. അങ്ങനെയെല്ലാം തന്നെയും ഈ ഓരോ പ്രധാനപ്പെട്ട
വിഷയങ്ങളിൽ പോലും നേതൃത്വം നൽകേണ്ട രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പോലും മാറി നിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും ഒരു മൃദു ഹിന്ദുത്വ സമീപനമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമുക്ക് പാർലമെൻറ്റിൽ പോലും 4-3 വിഭാഗവും പണ്ടത്തെ ഈ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മിക്ക മുഖ്യമന്ത്രിയും BJP മുഖ്യമന്ത്രിമാരും പഴയ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരോ ഉന്നത നേതാക്കളുമായിരുന്നു. കഴിഞ്ഞ ഒരു 6-7 മാസം നോക്കി കഴിഞ്ഞാൽ നിരവധി പേരാണ്, പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിമാരും MP-മാരടക്കം നിരവധി പേരാണ് കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് വലിയ രീതിയിൽ പ്രത്യേകിച്ച് പണാധിപത്യത്തിന് മുന്നിൽ തോൽവി അല്ലെങ്കിൽ പണം കണ്ടുകൊണ്ട് അത്തരത്തിൽ പാർട്ടി വിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് എന്നുള്ളത്. കേരളത്തിൽ പോലും നമുക്കറിയാം, കേരളത്തിലെ KPCC പ്രസിഡന്റ് K. സുധാകരൻ പോലും വേണമെങ്കിൽ BJP കാര്യത്തിൽ പറഞ്ഞ ഒരാൾ കൂടിയാണ്. അങ്ങനെയൊക്കെ ഒരു ഏറെ നിർണായകമായ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തും പാർട്ടി അടിത്തട്ടിൽ നിന്ന് പോലും വളരെ വലിയ ദുർബലമായ ഒരു അവസ്ഥയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു BJP ഇതര മതനിരപേക്ഷ കക്ഷികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇന്ത്യ സഖ്യം രൂപീകരിച്ച് മുന്നോട്ട് പോയെങ്കിലും കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹരിയാനയും ദില്ലിയെല്ലാം തന്നെ എടുത്തു നോക്കുമ്പോൾ വളരെ വലിയ പരാജയം BJPയെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് കോൺഗ്രസിന് സ്വീകരിക്കേണ്ടി വന്നു. അതെല്ലാം തന്നെയും കോൺഗ്രസിൻ്റെ നിലപാടാണ് അവിടെ എല്ലാം തന്നെയും BJPയെ വീണ്ടും അധികാരത്തിൽ എന്നുള്ളത് വളരെ വലിയൊരു തന്നെ വിവാദമെല്ലാം തന്നെ ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ടായി. അങ്ങനെ എല്ലാം തന്നെയും ശരി, അഹമ്മദാബാദിൽ നിന്ന് സിബി ജോസഫാണ് ഇന്ന് ചേരാനിരിക്കുന്ന കോൺഗ്രസ് വിശാലക പ്രവർത്തക സമിതി യോഗത്തിൻ്റെ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് സമഗ്രമായി തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്.